1000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ക്ഷേത്ര നിർമ്മിതി. കൽപ്പടികളിൽ നിന്നും ശബ്ദങ്ങൾ പൊഴിക്കുന്ന ഒരു അത്ഭുതം. കല്ലിൽ നിന്നും ഓടുന്ന രഥം പോലെ തോന്നിക്കുന്ന ഒരു മണ്ഡപം. ഇന്ദ്രന്റെ ദിവ്യവാഹനമായ ഐരാവതം. അതിന്റെ ശാപമുക്തിക്കായി ഇവിടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന പുരാണ സങ്കല്പം. തമിഴ്നാട്ടിലെ ദാരസുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐരാവതേശ്വര ക്ഷേത്രമെന്ന ഈ മഹാക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല. ഇത് ചോള രാജവംശത്തിന്റെ കലാവൈഭവവും ശില്പസൗന്ദര്യവും ശാസ്ത്രജ്ഞാനവും മനുഷ്യബുദ്ധിയുടെ വിസ്മയവും ഒന്നിച്ചു ചേർന്ന ഒരു ജീവചരിത്രമാണ്. ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് രാജരാജ ചോഴൻ രണ്ടാമൻ നിർമ്മിച്ച ഈ മഹാക്ഷേത്രത്തിന്റെ അത്ഭുത രഹസ്യങ്ങളെയാണ്. കൽപ്പടികളിൽ ഒളിഞ്ഞിരിക്കുന്ന സംഗീത രഹസ്യം, ക്ഷേത്രത്തെ ചുറ്റി കാണപ്പെടുന്ന ജലക്കെട്ടിന്റെ ശാസ്ത്രീയ അർത്ഥം, കൂടാതെ അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രമായ പെരിയനായകി അമ്മന്റെ വിസ്മയങ്ങളും. ഇത് കണ്ടതിന് ശേഷം ഐരാവതേശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം തീർച്ചയായും മാറിമറയും. 12ാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന രാജരാജ ചോഴൻ രണ്ടാമനാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചത്. ചോള രാജാക്കന്മാർ കലാസൃഷ്ടിയിലും ശില്പനിർമ്മിതിയിലും ശാസ്ത്രജ്ഞാനത്തിലും ലോകത്തിലെ മുൻപന്തിയിൽ നിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഇന്ന് ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്ന പൈതൃക സമുച്ചയത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ സഹോദര ക്ഷേത്രങ്ങളായ പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം മറ്റും ഗംഗൈകൊണ്ട ചോളപുരം ഇതേ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. ഐരാവതേശ്വരൻ എന്ന പേരിനു പിന്നിലും ഒരു പുരാണ കഥയുണ്ട്. ദേവലോകത്തിന്റെ അധിപനായ ഇന്ദ്രദേവന്റെ ദിവ്യവാഹനമായ ആനയായ ഐരാവതത്തിന് ഒരിക്കലൊരു ശാപം ലഭിച്ചു. അതിന്റെ വെളുത്ത നിറം നഷ്ടപ്പെട്ടു എന്ന് പുരാണങ്ങൾ പറയുന്നു. അതിനുശേഷം ഐരാവതം ഈ സ്ഥലത്തെത്തി പരമശിവനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചു. ശിവന്റെ അനുഗ്രഹത്തോടെ അതിന് വീണ്ടും തന്റെ വെളുത്ത പ്രഭ ലഭിച്ചു. അതുകൊണ്ടാണ് ഇവിടെയുള്ള ശിവലിംഗം ഐരാവതേശ്വരൻ എന്ന് അറിയപ്പെടുന്നതെന്ന് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ശില്പ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആരും ഒരിക്കൽ പോലും വിസ്മയിക്കാതിരിക്കില്ല. ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള മണ്ഡപം ഒരു മഹാരഥം പോലെ തന്നെയാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. രഥത്തിന്റെ ചക്രങ്ങളും രഥത്തെ നയിക്കുന്ന കുതിരകളെപ്പോലുള്ള ശില്പങ്ങളുമെല്ലാം കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു രഥം ക്ഷേത്രത്തെ മുന്നോട്ട് വലിച്ചുകൊണ്ടുപോകുന്നത് പോലെ തോന്നും. മണ്ഡപത്തിന്റെ തൂണുകളിലും മതിലുകളിലും വളരെ ചെറിയതും അതിസൂക്ഷ്മവുമായ ശില്പങ്ങൾ കൊത്തിയെടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. ഈ ശില്പങ്ങളിൽ ജീവൻ തുളുമ്പുന്ന പുരാണ കഥകളും ദേവദേവതകളും നർത്തകികളും വാദ്യക്കാരും സൈനികരുമെല്ലാം മനോഹരമായി പ്രത്യക്ഷപ്പെടുന്നു. രാമായണവും മഹാഭാരതവും പോലുള്ള ഇതിഹാസങ്ങളിലെ സംഭവങ്ങൾ ഇവിടെ ശില്പരൂപത്തിൽ നമ്മെ വരവേൽക്കുന്നു. ഇവിടെയുള്ള മറ്റൊരു അത്ഭുതമാണ് ഇസൈ പടികൾ എന്ന് വിളിക്കപ്പെടുന്ന കൽപ്പടികൾ. ഈ പടികളിൽ സ്പർശിക്കുമ്പോൾ സംഗീതത്തിലെ സപ്തസ്വരങ്ങളെ പോലെ ശബ്ദമുണ്ടാകുമെന്ന് പറയുന്നു. ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ചോളശില്പികൾ ഈ അത്ഭുതകരമായ സംഗീത രഹസ്യം കല്ലിനുള്ളിൽ ഒളിപ്പിച്ചുവെന്നത് ചിന്തിച്ചാൽ തന്നെ അതിശയമുണരും. ഐരാവതേശ്വര ക്ഷേത്രത്തിന് സമീപം മറ്റൊരു ദേവീക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. അത് പെരിയനായകി അമ്മൻ കോവിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ പാർവതി ദേവിയുടെ രൂപമായ പെരിയനായകി അമ്മയാണ് പ്രധാന പ്രതിഷ്ഠ. ചോളരുടെ കാലത്ത് ശിവക്ഷേത്രങ്ങൾക്ക് സമീപം ദേവീക്ഷേത്രവും ഉണ്ടാകുന്നത് ഒരു സമ്പ്രദായമായിരുന്നു. അത് ശിവശക്തിയും ദേവീശക്തിയും ഒരുമിച്ച് നിലകൊള്ളുന്നതിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ചില ഭാഗങ്ങളിൽ ക്ഷേത്രത്തെ ചുറ്റി വെള്ളം പ്രവഹിക്കുന്ന ചെറിയ കനാലുകൾ കാണാം. ക്ഷേത്രത്തിന്റെ അടിത്തറയിലേക്ക് മഴവെള്ളം സഞ്ചയിക്കാതെ പുറത്തേക്ക് ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് ചോളകാലത്തെ ശില്പികൾ ഈ നിർമ്മാണ രീതി സ്വീകരിച്ചത്. ശാസ്ത്രീയ ദൃഷ്ടിയിൽ നോക്കിയാൽ ഇതിനു വലിയ പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിന്റെ അടിത്തറ ഭാഗത്ത് വെള്ളം കെട്ടിനിൽക്കാതെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. ഇതിലൂടെ കല്ലുകളിലുണ്ടാകുന്ന താപം കുറയുകയും
അവയിൽ അനാവശ്യമായ സമ്മർദ്ദമുണ്ടാകാതെയും നിർമ്മിതികളുടെ സ്ഥിരത നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ നിർമ്മാണ ശൈലിയാണ് ഈ ക്ഷേത്രത്തെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മഹിമയോടെ നിലനിൽക്കാൻ സഹായിച്ചത്. ഐരാവതേശ്വര ക്ഷേത്രം നിലനിന്നിരുന്ന ചോളകാലത്ത് ക്ഷേത്രങ്ങൾ ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല. അവിടെ കലയും സംഗീതവും നൃത്തവും പഠിപ്പിച്ചിരുന്ന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്രശാസനങ്ങളിൽ നർത്തകികൾക്ക് വേതനം നൽകിയതും വാദ്യക്കാർക്ക് ഭൂമി അനുവദിച്ചതും വിദ്യാർത്ഥികൾക്ക് സഹായം നൽകിയതും പോലുള്ള വിവരങ്ങൾ കാണാൻ കഴിയും. ഇന്ന് ഏകദേശം 900 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ക്ഷേത്രം അതിൻ്റെ ശോഭയോടെ നിലകൊള്ളുന്നു. ഓരോ കല്ലും തൂണും ശില്പവും ചോളകലയുടെ മഹത്വം നമ്മോട് പറയുന്നുണ്ട്. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഇത് ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ കല്ലിൽ കൊത്തിയ ചരിത്രം. വീണ്ടും കാണാം.